ദിലീപ് സർ, കഴിഞ്ഞ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ദുബായിൽ നിന്ന് പങ്കുവയ്ക്കാനിടയായത്. ദുബായ് എയർ ഷോ എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകരാജ്യങ്ങൾക്ക് അവരുടെ യുദ്ധവിമാനങ്ങളുടെ അല്ലെങ്കിൽ വ്യോമസേനയ്ക്ക് വ്യോമ ഗതാഗതത്തിൽ ഒക്കെ വളരെ വലിയ നിർണായക പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ആഗോള വേദി കൂടിയാണ്. അങ്ങനെ ഒരു ദുബായ് എയർ ഷോയിലാണ് 24 വർഷത്തിനിടെ രണ്ടാം തവണ തേജസ് യുദ്ധവിമാനം ഇന്ത്യയുടെ തകർന്നു വീഴുന്നത്. അതീവ ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. വളരെ നിശബ്ദമായാണ് കഴിഞ്ഞ ദിവസം ദുബായ് എയർ ഷോ അവസാനിച്ചത്. എങ്ങനെ വിലയിരുത്താം? എന്തുകൊണ്ടായിരിക്കാം തേജസിന് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം ഉണ്ടായത്? നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ദുബായിൽ നടന്ന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എക്സിബിഷൻ ആണ്. അതിലേതോ ഒരു ഏതാണ്ട് 100ഓളം രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. സ്റ്റാറ്റിക് ഡിസ്പ്ലേയും ഫ്ലൈയിങ് ഡിസ്പ്ലേയും ഉൾപ്പെടെയുള്ള ഏതാണ്ട് 200ഓളം എയർക്രാഫ്റ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇന്ത്യ, റഷ്യ മുതലായ പല രാജ്യങ്ങളും പങ്കെടുത്ത ഒരു എയർ ഷോയിലാണ് ഇത് നടന്നത്. 17 നവംബർ 17 മുതൽ 21 വരെ ആയിരുന്നു. ഇന്നലെയായിരുന്നു അവസാന ദിവസമാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അപ്പോൾ വീഡിയോ വിഷ്വൽസ് പല ഫോറിൻ മീഡിയകളിൽ നിന്നൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ലോ ലെവൽ പെർഫോമിംഗ് ഒരു എയറോബാറ്റിക് മാനുവർ നടത്തുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. സ്വാഭാവികമായിട്ടും വിഷ്വലിൽ നിന്ന് മനസ്സിലാവുന്നത് കൺട്രോൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ റിക്കവറി ചെയ്യാനുള്ള സമയം ഇല്ലാതിരുന്നതോ ഒക്കെ ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഒരു നെഗറ്റീവ് ജി റോൾ മാനുവർ എന്ന് പറയുന്ന ഒരു മാനുവർ പെർഫോം ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചതെന്നാണ് വിഷ്വലിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ഒരു കോർട്ട് ഓഫ് എൻക്വയറി ഒരു സ്വാഭാവിക നടപടിക്രമം എന്നുള്ള നിലയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കോർട്ട് ഓഫ് എൻക്വയറിയുടെ ഔട്ട്കം വരുന്നത് വരെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് സ്പെക്കുലേഷൻസ് മാത്രമായിരിക്കും. പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സ്യാൽ എന്ന് പറയുന്ന ഒരു ഫൈറ്റർ പൈലറ്റാണ് ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കോർട്ട് ഓഫ് എൻക്വയറിയുടെ ഔട്ട്കം വന്നു കഴിഞ്ഞാലേ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാലും ഒരു പോസിബിലിറ്റീസ് എന്തൊക്കെ ആയിരിക്കും അതിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു വിശകലനം നടത്താം. അപ്പൊ ആദ്യമായി ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ട്രമെൻഡസ് എമൗണ്ട് ഓഫ് എയറോഡൈനാമിക് ലോഡ്സിന് വശംവദനാവുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റഡ് ടു സച്ച് എമൗണ്ട് ഓഫ് ലോഡ്. അതായത് നമ്മുടെ ഒരു സാധാരണ കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യുമ്പോൾ, ടേക്ക് ഓഫ് ചെയ്ത് ക്ലൈംബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ക്ലൈംബ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡിൽ ഏതാണ്ട് ഒരു 20 മീറ്റർ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഡിസെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഡിസെൻഡ് എന്ന് പറയുന്നത് ഒരു 13-15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ അത്രയും മീറ്ററാണ് അത് താഴോട്ട് വരുന്നത്. അതേസമയം ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം ഏതാണ്ട് 1000 ഫീറ്റ് ആണ് അതിന്റെ റേറ്റ് ഓഫ് ക്ലൈംബ് എന്ന് പറയുന്നത്. അതായത് 1000 ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിന് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് അത് ക്ലൈം ചെയ്യുന്നത്. ഇമാജിൻ ചെയ്യാൻ സാധിക്കും എന്തുമാത്രം ലോഡായിരിക്കും അതിനുണ്ടാകുന്നത് എന്നുള്ളത്. അതുപോലെ ഡിസെൻഡ് ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു 500 മാക്സിമം 500 ഫീറ്റ് പെർ സെക്കൻഡ്, അതായത് ഒരു 150 മീറ്റർ ആയിരിക്കും പെർ സെക്കൻഡ് താഴേക്ക് വരുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ലോഡാണ്, ഈ എയറോഡൈനാമിക് ലോഡ് എന്ന് പറയുന്നതാണ് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് സബ്ജക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിന്റെ ജി ഫോഴ്സസ് എന്ന് പറയും, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എന്ന് പറയും, പോസിറ്റീവ് ജി, നെഗറ്റീവ് ജി എന്നൊക്കെ പറയുന്നത്. താഴോട്ട് ഡൈവ് ചെയ്യുമ്പോഴാണ്, അതായത് ഡിസെൻഡ് ചെയ്യുന്ന സമയത്താണ് ഡൈവ് എന്നാണ് പറയുന്നത്, നെഗറ്റീവ് ജി ഫോഴ്സസ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഏതാണ്ട് -3G, അതായത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഇൻറ്റു 3 ആണ് താഴേക്ക് വരുമ്പോൾ ആ എയർക്രാഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ ക്ലൈംബ് ചെയ്യുമ്പോൾ മാക്സിമം 9G വരെയൊക്കെ പോകാറുണ്ട് മോഡേൺ ഡേ ഫൈറ്റർ എയർക്രാഫ്റ്റ്. അപ്പം അതുപോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയറോഡൈനാമിക്സ് ഓഫ് എ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത്രയും കോംപ്ലക്സും അത്രയും ഡിമാൻഡിങ്ങുമാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജോലിയും അതിലേറെ ഡിമാൻഡിങ് ആണ്. അപ്പൊ നമ്മുടെ ഈ തേജസ് എയർക്രാഫ്റ്റ് അതുപോലെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. നമ്മുടെ HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണത് മാനുഫാക്ചർ ചെയ്യുന്നത്. എൻജിൻ ഓഫ് കോഴ്സ് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളെല്ലാം കാറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ടെസ്റ്റ് ആൻഡ് ട്രയൽസിന് ശേഷമാണ് ഈ എയർക്രാഫ്റ്റ് നമ്മൾ ഇൻഡക്ട് ചെയ്യുന്നത്.
ഒരുപാട് നിരവധി ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയേഴ്സും ഫ്ലൈറ്റ് ടെസ്റ്റ് പൈലറ്റ്സും പലവിധ എൻവലപ്പുകളിലൂടെ അതിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഇന്ത്യൻ എയർഫോഴ്സിൽ എയർക്രാഫ്റ്റ് ഇൻഡക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം. അതായത് വിഷ്വലിൽ നിന്ന് കാണാൻ പറ്റുന്നത് അദ്ദേഹം ഒരു കോമ്പാറ്റ് മാന്യൂവർ ചെയ്യുക. കോമ്പാറ്റ് മാന്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധസമയത്ത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്തൊക്കെ അഭ്യാസങ്ങളാണോ മാന്യൂവേഴ്സ് ആണോ ആവശ്യമായി വരുന്നത് അതിൻ്റെയൊക്കെ ഒരു പ്രകടനം. അതാണ് ഈ എയർ ഷോയിൽ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കോമ്പാറ്റ് മാന്യൂവേഴ്സ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് പ്രാധാന്യം വരുന്നത് മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളുടെ എയർക്രാഫ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇവേഡ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഇത്തരം മാന്യൂവേഴ്സ് ആവശ്യമാണ്, കോമ്പാക്ട് മാന്യൂവേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അവിടെ നടന്നത്. അപ്പൊ ഇത്തരം ഒരു കോമ്പാക്ട് മാന്യൂവർ നടക്കുന്ന സമയത്ത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലായിരുന്നു, ഹൈറ്റ് വളരെ കുറഞ്ഞ ഒരു മാന്യൂവർ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഡൈവ് ചെയ്യുന്നു, എയർക്രാഫ്റ്റ് താഴേക്ക് വരുന്നു, അതോടുകൂടി തന്നെ റോൾ ചെയ്യുന്നു. വിഷ്വലിൽ നിന്ന് വളരെ കൃത്യമായി കാണാൻ കഴിയും. റോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇടത്തുനിന്ന് വലത്തേക്ക് എയർക്രാഫ്റ്റ് മറിയുക, തലകീഴ മറിഞ്ഞിട്ട് വീണ്ടും നേരെയാകുക, അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് മറിയുക. അതിന്റെ കൂടെ തന്നെ ഡൈവ് ചെയ്യുക, താഴേക്കും വരിക. ഇതാണ് നെഗറ്റീവ് ജി റോൾ എന്ന് പറയുന്ന ഒരു മാന്യൂവറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വീണ്ടും പുള്ളപ്പ് ചെയ്ത് മുകളിലേക്ക് വരണം. അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് വിഷ്വലിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് ഒരു റിയാക്ഷൻ ടൈം കിട്ടിയിരുന്നില്ല. കാരണം ഹൈറ്റ് വളരെ കുറവായിരുന്നു. ഏതാണ്ട് 100 മീറ്റർ ആയിരുന്നു ആ ഹൈറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ 100 മീറ്ററിൽ താഴെ ഒരു എയർക്രാഫ്റ്റിനെ നമ്മളൊരു ഡേഞ്ചർ സോണിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതും ഒരു 30,000 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 1000 ഫീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് ലഭിക്കുകയാണ്, റിയാക്ഷൻ ടൈം ലഭിക്കുകയാണ്. അതിന് കിട്ടാൻ സാധ്യത കുറവാണ്. അതാണ് വിഷ്വലിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ആഫ്റ്റർ ബർണർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഓപ്പറേറ്റ് ചെയ്യും. അതായത് നമ്മൾ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനുകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു തേജസ് ഒരു സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് പവർ വേണ്ടുന്ന സമയത്താണ് ഈ ആഫ്റ്റർ ബർണർ എന്ന് പറയുന്നത്. അതായത് കുറേയധികം ഫ്യൂവൽ നമ്മൾ ഇതിന്റെ എഞ്ചിനിലേക്കല്ല, എഞ്ചിന്റെ ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ കാണാം. എയർക്രാഫ്റ്റിന്റെ പുറവശം കണ്ടു കഴിഞ്ഞാൽ ആ ത്രസ്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഇൻജക്ട് ചെയ്യുകയും നമ്മൾ ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ. അപ്പം അത്യാവശ്യമുള്ളതിൽ കൂടുതൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ആഫ്റ്റർ ബർണർ എന്ന് പറയുന്നത്. കുറേയധികം ത്രസ്റ്റ് വേണ്ടുന്ന സമയത്താണ് ഈ ആഫ്റ്റർ ബർണർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ ബർണർ എന്തെങ്കിലും സംഭവിച്ചതാണോ, അദ്ദേഹത്തിന് പുൾ ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്നതാണോ, ആഫ്റ്റർ ബർണർ സമയത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞതാണോ, അതോ ഹൈറ്റ് നഷ്ടപ്പെട്ടതാണോ, അതുകൊണ്ട് റിയാക്ഷൻ ടൈം കിട്ടാഞ്ഞതാണോ? അതുപോലെ തന്നെ ഈ ജി ഫോഴ്സസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ജി നെഗറ്റീവ് ജി ഞാൻ പറഞ്ഞു. നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ജി ഫോഴ്സസ് അനുഭവപ്പെടുന്നത്, താഴേക്ക് ഡൈവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ജി ഫോഴ്സസ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നെഗറ്റീവ് ഹ്യൂമൻ ബോഡി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും -3G വരെയൊക്കെ പോകാറുള്ളൂ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ. പോസിറ്റീവ് ജി ആണെങ്കിൽ +9G വരെയൊക്കെ പോകാറുണ്ട്. അപ്പോ അത്തരം ഒരു ജി ഫോഴ്സ് അനുഭവപ്പെടുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് മുകളിലേക്കാണ് പോകുന്നത്. നമ്മളെ ഫോഴ്സ് അനുഭവപ്പെടുന്ന മുകളിലേക്കാണ്, കാലിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അതിന് റെഡ് ഔട്ട് എന്നാണ് പറയുന്നത്. കാരണം കണ്ണൊക്കെ ചുമന്ന് തൊടുത്ത് വരും ആ സമയത്ത്. അതിന് റെഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ റെഡ് ഔട്ട് കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോർഡിനേഷൻ സ്കിൽസും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുണ്ടായോ എന്ന് എനിക്കറിയില്ല, അത്തരം ഒരു അവസ്ഥ ഉണ്ടായോ എന്നറിയില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാനോ ഒക്കെയുള്ള ശേഷി കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഹൊറൈസൺ ആണ് നമ്മൾ ചക്രവാളത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് എയർക്രാഫ്റ്റിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഡയറക്ഷൻ നഷ്ടപ്പെടുക, അതിനെയാണ് സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ എന്ന് പറയുന്നത്. ഡിസോറിയന്റ് ആയിപ്പോ, അതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് സംഭവിച്ചതാണോ എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഒരു റിയാക്ഷൻ ടൈം കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അവസാന ഒരു റിസോർട്ട് എന്ന നിലയിലാണ് എയർക്രാഫ്റ്റുകൾ ഇജക്ഷൻ ചെയ്യുന്നത്. അതായത് എയർക്രാഫ്റ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ പൈലറ്റ് രക്ഷപ്പെടുക എന്നൊരു സംവിധാനമാണ് ഇജക്ഷൻ എന്ന് പറയുന്നത്. അതും അദ്ദേഹം ചെയ്തതായിട്ട് കണ്ടില്ല. ഈ ഇജക്ഷൻ എന്ന് പറയുന്നത് വെറും പാരഷൂട്ടിൽ താഴെ ഇറങ്ങുന്ന ഒരു പരിപാടിയല്ല. ഇജക്ഷൻ സീറ്റ് എന്ന് പറയുന്നത്, പൈലറ്റ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഇരിക്കുന്നത് ആ സീറ്റിന് ഇജക്ഷൻ സീറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനെ ഉപേക്ഷിച്ച് പൈലറ്റിന് രക്ഷപ്പെടേണ്ട സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇജക്ഷൻ സീറ്റ്
ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലിവർ ഉണ്ട്, മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ലിവർ അദ്ദേഹം പുള്ളി ചെയ്യുമ്പോൾ ശരിക്കും ഈ സീറ്റിന്റെ അടിയിൽ റോക്കറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോക്കറ്റുകൾ ഫയർ ചെയ്യുകയും താഴേക്ക് ഫയർ ചെയ്യുകയും സീറ്റ് അതിന്റെ ഒരു ത്രസ്റ്റിൽ മുകളിലേക്ക് തെറിക്കുകയും ചെയ്യും. ഈ കോക്പിറ്റിന്റെ ഒരു കവറുണ്ട്, കനോപ്പി എന്ന് പറഞ്ഞ്, അതിനെ തകർത്തുകൊണ്ടാണ് അത് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റിൽ നിന്ന് പരമാവധി സേഫ് ഡിസ്റ്റൻസിലേക്ക് ഇത് പുറത്തോട്ട് തെറിച്ചു പോകുന്നു. അതിനുശേഷം മറ്റൊരു പാരഷൂട്ടിൽ ഇദ്ദേഹം താഴേക്ക് വന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സീറ്റ് മാറിപ്പോകും. അതാണ് ഇജക്ഷൻ മെക്കാനിസം, ഇജക്ഷൻ സീറ്റിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതും ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇജക്ഷൻ സീറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും പല ഘടകങ്ങളും ഉണ്ട്. ഹൈറ്റ്, ഇപ്പൊ ഈ തേജസ് എയർക്രാഫ്റ്റ് 0 ഹൈറ്റിലും ഗ്രൗണ്ടിൽ പോലും ഇജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇജക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആറ്റിറ്റ്യൂഡ്, ഏത് അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, തലകീഴായിട്ടാണോ, മുകളിലേക്ക് മാത്രമേ ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ, താഴേക്ക് ഇജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ എങ്ങനെയാണോ, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, അതനുസരിച്ച് അദ്ദേഹത്തിന് ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള സമയവും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവനും നഷ്ടമാവുകയാണ് അവിടെ. അപ്പോൾ ഇത്തരം പിന്നെ കാര്യങ്ങൾ പലതും പറയാം നമുക്ക്. എഞ്ചിൻ ഫെയില്യൂർ ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ എഞ്ചിൻ ഫെയില്യൂർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എഞ്ചിൻ അവസാന നിമിഷം വരെ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. കൺട്രോൾസ് ഫെയില്യൂർ അങ്ങനെയൊക്കെ പറയാം. അതിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോസിബിൾ റീസൺസ് ഞാൻ നോക്കിയിട്ട് ഇത് തന്നെയാണ് കാണുന്നത്. ഹൈറ്റ് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് റിയാക്ഷൻ ടൈം കിട്ടിയില്ല. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി കുറെ ഇത് പറയുകയാണെങ്കിൽ കുറെ സ്പെക്കുലേഷൻസ് ഞാനും കണ്ടു പലയിടത്തായിട്ട്, പല മീഡിയയിലും ഒക്കെ ആയിട്ട്. ഈ ആക്സിഡന്റിനെ സംബന്ധിച്ച്, ആക്സിഡന്റിന് ശേഷം HAL-നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ള കുറെ കമന്റുകളും വീഡിയോസും ഒക്കെ കണ്ടു. ഇത്തരം ഈ ഡെമോൺസ്ട്രേഷൻ ഫ്ലൈറ്റുകളിൽ, അതായത് എയർ ഷോ ഒക്കെ നടത്തുന്ന ഫ്ലൈറ്റുകൾ, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ആണ് ഇത് നടത്തുന്നത്. ഈ ക്ലോസ്, അതായത് പിന്നെ ഈ എയർക്രാഫ്റ്റുകളെ നമ്മൾ പുഷ് ചെയ്യുകയാണ്, ക്ലോസ് ടു ദെയർ ഓപ്പറേറ്റിംഗ് എൻവലപ്പ്, അങ്ങേ അറ്റം വരെ നമ്മൾ പുഷ് ചെയ്യുകയാണ്. അതിന്റെ ആ എൻവലപ്പിലാണ്, ബൗണ്ടറി ഓഫ് ദാറ്റ് എൻവലപ്പാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഈ എയർക്രാഫ്റ്റുകളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഒരു എറർ പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേറ്റേഴ്സ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ആൾട്ടിറ്റ്യൂഡ് മാർജിൻ, അതായത് ഹൈറ്റ് മാർജിൻ ഒക്കെ വളരെ കുറവായിരിക്കും. റിക്കവറി ടൈം വളരെ കുറവായിരിക്കും. ആ സമയത്തൊക്കെ പെട്ടെന്ന് എടുക്കുന്ന, മൈക്രോ സെക്കൻഡുകൾ എടുക്കുന്ന ഡിസിഷനാണ് എയർക്രാഫ്റ്റിനെയും പൈലറ്റിനെയും രക്ഷിക്കുക. അപ്പൊ ഇത് തീർത്തും ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനോ ഒന്നുമല്ല. എപ്പോഴും റിസ്ക് ഉണ്ട് ഇതിൽ. അത് പറയാനാണ് ഇത് പറഞ്ഞത്. പിന്നെ അടുത്ത സമയത്തായിട്ട് സിമിലർ ഇൻസിഡൻസ് നടന്നിട്ടുള്ളത്, അതായത് നമ്മൾ കണ്ടു, ഒക്ടോബറിലായിരുന്നു തോന്നുന്നു, സൗത്ത് ചൈന സീയിൽ അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് ഏതാണ്ട് F-18 എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒരു ഹെലികോപ്റ്ററും ടേക്ക് ഓഫ് ചെയ്തു, ക്രാഷ് ചെയ്തു. ഫ്രാൻസിൽ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു എയർ ഷോ എക്സസൈസിനിടയ്ക്ക് 2 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ കൊളൈഡ് ചെയ്ത്, അത് ജനുവരിയിലായിരുന്നു തോന്നുന്നു. അതുപോലെ F-16, പോളണ്ടിന്റെ ഒരു F-16 ക്രാഷ്. എല്ലാം ഈ വർഷം നടന്ന സംഭവങ്ങളാണ്. ഈ വർഷത്തെ എടുക്കുകയാണെങ്കിൽ തന്നെ 4-5 ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ തേജസിന്റെ ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആയിട്ട് കണ്ടിട്ട് ആരെങ്കിലും അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ചാർത്തി കൊടുക്കാനോ HAL-ന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനോ ഉള്ള ഒരു 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 പ്രൊപ്പഗണ്ടയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതങ്ങനെ ഒരു കാരണമേ അല്ല. ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെ തീർച്ചയായിട്ടും. കാരണം രാജ്യത്തിന്റെ നഷ്ടമാണ്, ആ കുടുംബത്തിന്റെ നഷ്ടമാണ്. ഒരു ഫൈറ്റർ പൈലറ്റിനെ, അദ്ദേഹത്തിന്റെ വിംഗ് കമാൻഡർ റാങ്കാണ്, അദ്ദേഹം ഒരു 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും ഒരു 2 വർഷം ഫ്ലൈയിങ് ട്രെയിനിങ്, പിന്നെ ടൈപ്പ് ട്രെയിനിങ് എന്ന് പറയും, അതായത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിൽ വീണ്ടും ട്രെയിനിങ്, പിന്നെ ഓപ്പറേഷണൽ ട്രെയിനിങ് വേറെയുണ്ട്. ഓരോരോ ഡിഫറെന്റ് റോൾസ് ആണ് ഈ എയർക്രാഫ്റ്റിനുള്ളത്. അപ്പോൾ ഓരോ റോളിലും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് എത്ര വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററിനെയാണ് നമുക്ക് രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. പിന്നെ തേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തേജസ് പറഞ്ഞതുപോലെ HAL ഇന്ത്യ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. എഞ്ചിൻ US-ൽ നിന്നാണ്, US-ന്റെ എഞ്ചിനാണ്. ഇപ്പൊ നമ്മൾ ഫുള്ളി ഇൻഡക്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ എയർഫോഴ്സിൽ. തേജസ് മാർക്ക് 1 ആണ് ഇപ്പോഴുള്ളത്. നമ്മുടെ MiG-21 റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി മാർക്ക് 1A ഉണ്ട്, അത് 2026 ഇൻഡക്ട് ചെയ്യുക. പിന്നെ 1K ആണെന്ന് തോന്നുന്നു, MK മാർക്ക് 2 ആണ്. അത് MiG-29 ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2026-27
പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നഷ്ടമാണിത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. HALന്റെ കുഴപ്പമായിട്ടോ പൈലറ്റിന്റെ കുഴപ്പമായിട്ടോ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കുഴപ്പമായിട്ടോ ഒന്നും ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി മാത്രം ഇതിനെ കാണുക. നന്ദി. എന്തായാലും സർ പറഞ്ഞതുപോലെ മറ്റു രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളും ഇന്റർപ്രിട്ടേഷനും ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ഈ രീതിയിലൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പൈലറ്റിനെ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ UAE ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ടായ നഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പക്ഷെ 24 വർഷത്തിനിടെ 2ാം തവണ മാത്രമാണ് തേജസിന് ഇത്തരത്തിൽ ഒരു അതിദാരുണമായ സംഭവവും ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു മഹേഷ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.